മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈ ലോകം ദൈവസ്നേഹത്തിൻ്റെ വലയത്തിൽപ്പെട്ടതാണ്. സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഴ വർഷിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, അത് തന്നെയാണ് ദൈവസ്നേഹം. ഒരുപോലെ ദൈവസ്നേഹം വർഷിക്കുക, അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ അതുപോലെ തന്നെ അവൻ ഈ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി. ഈ ദൈവസ്നേഹം സ്വീകരിക്കുന്നതിന്, എപ്രകാരം സ്വീകരിക്കുന്നതിന് അവൻ സ്വാതന്ത്ര്യം നൽകി. ഇതേപ്പറ്റിക്കുറിച്ചുള്ള ചിന്തയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. ദൈവം തൻ്റെ ഇഹലോക ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഒരുപോലെ എല്ലാവർക്കും, തന്നെ സമീപിച്ചവർക്കെല്ലാവർക്കും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്നാൽ ഈ മനുഷ്യൻ്റെ ഈ സ്വാതന്ത്ര്യം മൂലം ഇത് സ്വീകരിച്ച വിധം പല വിധത്തിലായി മാറി. അത്ഭുതങ്ങൾ കണ്ട മനുഷ്യൻ അവൻ്റെ ദൈവസ്നേഹത്തെ മനസ്സിലാക്കി, കുറേ പേരെങ്കിലും. എന്നാൽ മറ്റു ചിലർ ഇവ നാശത്തിൻ്റെ ലക്ഷണമായി കണ്ടു. ഇതാണ് മനുഷ്യൻ സ്വീകരിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അപകടം. നമുക്ക് ഈ നോമ്പ് കാലത്തിൽ ചിന്തിക്കാം, എപ്രകാരമാണോ ഈ ദൈവസ്നേഹം ഞാൻ സ്വീകരിക്കുന്നത്? എന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുണ്ടെങ്കിൽ അവൻ്റെ കൃപ നന്മയ്ക്കായി ഞാൻ ഉപയോഗിക്കും. എന്നാൽ എന്നിലുള്ള ആത്മാവിൻ്റെ ഇല്ലായ്മ മൂലം അവ മറ്റൊരു നാശത്തിലേക്ക് എന്നെ നയിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ നല്ല മനുഷ്യരെ പോലെ ദൈവിക സ്നേഹം വളർത്തി ഈ ഭൂമിയിലുള്ള ദൈവകൃപയിൽ ആശ്രയിച്ച് ഭൂമിയിലെ എല്ലാവർക്കും ഒരുപോലെ നന്മ വർഷിക്കുന്നതാണോ എൻ്റെ ജീവിതം എന്ന് നമുക്ക് ചിന്തിക്കാം. അതുപോലെ പ്രീശന്മാരെ പോലെ ഈ അത്ഭുതങ്ങൾ കണ്ട് ഇത് നാശത്തിൻ്റെ ലക്ഷണമാണ്, ഇത് നമ്മളെ നശിപ്പിക്കും, എൻ്റെ ചിന്തകളെ, എൻ്റെ ജീവിതത്തെ, മറ്റതെല്ലാം മാനുഷികമായിട്ടുള്ളതെല്ലാം നശിപ്പിക്കും എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? നോമ്പ് കാലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇപ്രകാരമാണ്: ദൈവസ്നേഹം എപ്രകാരം നമ്മൾ സ്വീകരിക്കുന്നു? ഇത് സ്വീകരിക്കുന്നത് നന്മയുണ്ടാകണമെങ്കിൽ എന്നിൽ ദൈവകൃപ നിറയണം. ദൈവകൃപ നിറയുമ്പോൾ നമ്മൾ ഈ നന്മയ്ക്ക് വേണ്ടി ജീവിക്കും. നന്മ ഈ ലോകത്തിന് ഉപകരിക്കുന്നതായിരിക്കും. അതിന് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് എന്നിലുണ്ടായിരിക്കണം. ആ ആത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവൻ്റെ അത്ഭുതങ്ങൾ കണ്ട നല്ല മനുഷ്യരെ പോലെ ദൈവസ്നേഹം വളർത്തി മറ്റുള്ളവർക്ക് ആ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ എന്നെ പ്രാപ്തനാക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.